നമ്മുടെ ലാലേട്ടൻ എന്തോ സൂപ്പർ പവർ ഉണ്ടെന്ന് കേട്ടോ. സംഭവം എന്താണെന്ന് അറിയോ, അദ്ദേഹം തൊടുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളെല്ലാം കംപ്ലൈന്റ് ആകുകയാണ്. അത് അത് ഷൂട്ടിംഗ് സമയത്തുള്ള ക്യാമറയുടെ ഔട്ട് കാണുന്ന മോണിറ്റർ, ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അതുപോലെ എന്താ പറയുക ടെലിവിഷൻ എല്ലാം അടിച്ചു പോവാണത്രേ. ലാലേട്ടൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലാലേട്ടൻ തൊട്ടാൽ മതി, ഇതെല്ലാം അടിച്ചു പോവാണത്രേ. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ലാലേട്ടൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ സൂപ്പർ പവർ ഉണ്ടെന്ന് തോന്നുന്നു. അതോ ഇനി വല്ല നമ്മൾ പറയത്തില്ലേ ഈ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയത്തില്ലേ, അത് ഇനി നെഗറ്റീവ് എനർജി അദ്ദേഹത്തിന്റെ കൂടെ വല്ലതും ഉണ്ടോ, അതോ അദ്ദേഹത്തിന്റെ ശരീരത്തുണ്ടോ. നമ്മൾ പറയില്ലേ നെഗറ്റീവ് എനർജി കൊണ്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കംപ്ലൈന്റ് ആകുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ കൊണ്ട് പറയാറുണ്ട്. ഈ ഫോണ് അടിച്ചു പോകുന്നു, അതുപോലെ ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നു തന്നെ, അങ്ങനെയൊക്കെ ഓരോന്ന് കേട്ടിട്ടില്ല. എന്തോ സംഭവം എന്നറിയില്ല. ഇനി അദ്ദേഹം വരുമ്പോൾ നമ്മളൊരു ഓറ എന്നൊക്കെ പറയത്തില്ല, ഇനി അതിന്റെ ആണോ എന്തോ ആണെന്ന് അറിയില്ല. സംഭവം അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഇന്റർവ്യൂലാണ്, ഈ ദൃശ്യം 3യുടെ പ്രൊമോഷൻ ഭാഗമായിട്ടാണ് ഒരു ഇന്റർവ്യൂലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എനിക്കൊരു കുഴപ്പമുള്ളത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഞാൻ എന്തെങ്കിലും തൊട്ടാ ചീത്തയായി. ഉണ്ട്, സത്യം. നമ്മൾ ഈ ഇവരുടെ ഈ അവിടെ ഇതല്ലേ ഇതൊക്കെ നോക്കുന്ന സാധനം എന്താണ് പറയുന്നത്, മോണിറ്റർ. സോറി, അവിടെ കുറച്ച് സമയം പോയി നിന്നാൽ അയാൾ പറയും സാറേ ഒന്നും മാറിയില്ല, അത് ചീത്തയായി. അതല്ല, ഒരു എന്തോ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്തോ ആണ്. എന്റെ ഫോൺ ചീത്തയാവും, ടെലിവിഷൻ ചീത്തയാവും. സൂപ്പർ പവറുകൾ കുഴപ്പമായി മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ ശരിയാണോ? ചോദിച്ചു എത്ര പ്രാവശ്യം നമ്മുടെ ഇത് പറഞ്ഞപ്പോ അവിടെ ഇരുന്നവരെല്ലാം തമാശയായിട്ട് എടുത്ത് ചിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പോലെ കുഴപ്പമാവോ?